ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പ്ലീസ് ഡോർ തുറക്കല്ലേ, ഒരു 5 മിനിറ്റ്. ആളുടെ പോക്ക് ഡോറിനടുത്തേക്കാണെന്ന് അവന് മനസ്സിലായി. അവന് വാക്കുകൾ കൊണ്ട് തളർത്തി പുറത്ത് നിൽക്കുന്നവരകത്തേക്ക് കയറ്റാനുള്ള തന്ത്രമാണെന്ന് വയ്യാണെങ്കിൽ അവന് മനസ്സിലാക്കി. പെട്ടെന്ന് തിരിഞ്ഞ് ഡോറാരിൽ പിടിച്ച് തിരിക്കും മുമ്പ് അവൻ പിന്നിലൂടെ അവളുടെ കൈ പിടിച്ച് തടഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ഡോറിലേക്ക് അമർന്നു. വാക്കുകൾ കൊണ്ട് തന്നെ ഉണർത്തിയവളെ അല്പനേരം ഒന്ന് സ്നേഹിക്കാൻ അവന് തോന്നിപ്പോയി. അണിവയറിലേക്ക് അരിച്ചിറങ്ങി അവൻ്റെ കരുത്തുറ്റ ഇടം കൈ സാരിയുടെ ഞൊറിവുകളിൽ കുത്തിവെച്ചിരുന്ന പിന്നുകൾ പൊട്ടുന്നത് അവൾ അറിഞ്ഞു. കൈ അവിടെയും കടന്ന് പിന്നെയും ഒഴുകിയിറങ്ങിയ നിമിഷം നിലത്ത് കാലുകുത്തി അവളൊന്ന് ഉയർന്നു പൊങ്ങി. കാതിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ എന്തോ പറയുന്നതൊന്നും അവൾ കേട്ടില്ല. ഡോറിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത പോലെ അവളും ആ കൈക്ക് പിന്നാലെ സഞ്ചരിച്ചു. വേണ്ട, കിതപ്പോട് അത്രമാത്രം അവൾ പറയുമ്പോൾ ഒരിക്കൽ കൂടി അവളുടെ പുറത്തേക്ക് അവൻ അമർന്നുകൊണ്ട് അവളെ ഡോറിലേക്ക് കൂടുതൽ അമർത്തി വെച്ചു. ഒപ്പം അവനും അവളുടെ പിന്നിൽ ശക്തിയിൽ തന്നെ അമർന്നു. more than okay, if only you could feel it. Give me a chance and I will show you the depth of my strength. പിൻകഴുത്തിൽ മുഖമിഴച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ പിടഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞു വന്നു. ആള് ആഞ്ഞു പുടരാൻ തുടങ്ങിയ നിമിഷമാണ് ഏക കൈ പിന്നിലേക്ക് തിരിച്ച് ഹാൻഡിൽ പിടിച്ച് വാതിൽ തുറന്നു. അവളുടെ ആ പ്രവൃത്തി അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തൊട്ടു മുന്നേ കഴിഞ്ഞുപോയ ആ മാന്ത്രിക അനുഭൂതിയുടെ വലയത്തിൽ നിന്നും അവനൊട്ടുമേ മുക്തനായിരുന്നില്ല. ഇരുവരിലും ഒരുപോലെ കിതപ്പും തളർച്ചയൊക്കെ പ്രകടമായിരുന്നു. മുന്നിൽ നിൽക്കുന്നവർ ആരാണെന്ന് നോക്കാൻ കൂടി ശ്രമിക്കാതെ വൈരിനേകയിൽ തന്നെ വശ്യമായി നോട്ടമെറിഞ്ഞുകൊണ്ട് നിന്നു. ഏറെ നേരം വാതിൽ മുട്ടിയിട്ടും തുറക്കാത്ത കാണെ ഫോൺ കയ്യിലെടുത്ത് വൈരിനെ വിളിക്കാൻ തുടങ്ങിയ നേരമാണ് ദേവികയ്ക്ക് മുന്നിൽ വാതിൽ തുറക്കപ്പെട്ടത്. ദേവികയ്ക്കൊപ്പം നിന്ന ജാനകിയും വർഷയും പ്രിയമെല്ലാം അവരെയും താണ്ടി അകത്തേക്ക് കയറിയതും വൈരിനൊരു തളർച്ചയോടെ റൂമിലെ തന്നെ കൗച്ചിലേക്ക് വീഴും പോലെ പോയിരുന്നു. ആരെയും കയറ്റാണ്ട് അടച്ചു മൂടിയിട്ടിരുന്ന നിന്റെ ഈ മുറിയിൽ ഞങ്ങളെല്ലാവരും കൂടി കയറി വന്നെങ്കിൽ ദേഷ്യമൊന്നും നീ ഞങ്ങളോട് കാണിക്കേണ്ട വിച്ചൂട്ടാ. ഇതൊരു കല്യാണം നടന്ന വീടാ. ഇന്നത്തെ ദിവസം പുതുപ്പെണ്ണിൽ ഞങ്ങൾക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അവളുടെ ഈ കല്യാണക്കോലൊക്കെ അഴിച്ചു മാറ്റി പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അവളെ കുളിക്കാനും മറ്റും പറഞ്ഞു വിടുന്നതും കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുക്കുന്നതൊക്കെ ഇന്നത്തെ ദിവസം വീട്ടിലുള്ള സ്ത്രീകൾ തന്നെയാണ്. നാളെ മുതൽ നീയും നിന്റെ കെട്ടിയോളൂ എന്താന്ന് വെച്ചാൽ അയക്കോ. ജാനകി അങ്ങനെ പറയുമ്പോഴും ഏകയുടെ തലയിൽ നിന്നും വാടി തുടങ്ങിയ മുല്ലപ്പൂക്കൾ അഴിച്ചു മാറ്റാൻ തിരക്കിലായിരുന്നവർ കൗച്ചിന്റെ സൈഡിലെ കൈ താങ്ങിൽ കൈ കടത്തി വെച്ചുകൊണ്ട് ഒരാലസ്യത്തിലെന്ന പോലെ തന്നിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചിരിക്കുന്നവനെ ഏകയും കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി. അവന്റെ ചൊടികളിൽ വല്ലാത്തൊരു പുഞ്ചിരിയാണ്. അല്പം മുമ്പ് കഴിഞ്ഞ നിമിഷങ്ങളുടെ ഹാങ് ഓവർ ഇരുവരിൽ നിന്നും പൂർണ്ണമായും മാറിയിരുന്നില്ല. അപ്പോഴും വിച്ചു, നീ തളർന്നോ? മോന് വേദനിക്കുന്നുണ്ടോ? ഇന്നലെ മുതൽ ഓരോ കാര്യത്തിൽ അലച്ചിലായിരുന്നില്ലേ? വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് വല്ലതും കഴിച്ചുകൊണ്ട് ടാബ്ലറ്റൊക്കെ കഴിച്ചു പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല്. ഏകയുടെ ശരീരത്തിൽ നിന്ന് ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റിക്കൊണ്ടാണ് ദേവിക പറയുന്നത്. പ്രിയയും വർഷയും കിട്ടിയ അവസരത്തിൽ വൈരിന്റെ മുറിയാകെ നോക്കിക്കാണുന്ന തിരക്കിലാണ്. പ്രിയ ഇടയ്ക്കിടയ്ക്ക് വൈരിന്റെ ഏകയുള്ള നോട്ടവും ശ്രദ്ധിക്കാതിരുന്നില്ല. ഡോർ തുറക്കാൻ വൈകിയപ്പോഴേ അകത്ത് എന്താവുമെന്നുള്ള ചിന്ത അവൾ അലട്ടിയിരുന്നു. മോളെ ദേവികെ, നീ കുട്ടിയുടെ സാരിയെ കഴിച്ചു മാറ്റാൻ അവളെ ഒന്ന് സഹായിക്ക്. ഞാൻ ഈ വാടിയ പൂക്കളൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വരാം. വേസ്റ്റ് പിന്നിലായാലും വാടിയ പൂക്കളൊന്നും മുറിയിൽ വെക്കാൻ പാടില്ല. വർഷേ, പ്രിയേ, നിങ്ങളും വന്നേ എൻ്റെ ഒപ്പം. ഇവിടെ ഇപ്പോൾ ദേവികയുണ്ടല്ലോ കുട്ടിക്ക് കൂട്ടിന്. അവനൊന്ന് കുളിച്ച് വസ്ത്രമൊക്കെ ഒന്ന് മാറട്ടെ. ജാനകി പറഞ്ഞുകൊണ്ട് ഏക ചൂടിയിരുന്ന മുല്ലപ്പൂമാലയുമായി പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ ആ മനസ്സോടെ വർഷയും പ്രിയ അവർക്കൊപ്പം പുറകെ പോയി. ഏകയുടെ സാരിയിലെ പിന്നുകളെല്ലാം ദേവിക ശ്രദ്ധയോട് ഊരിയെടുത്തുകൊണ്ട് ടേബിളിൽ വെച്ച ശേഷം ആളോട് സാരി അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും അവിടെ തന്നെ ഇരുന്ന് ഏകയിൽ മാത്രം എഴുന്നട്ടിരിക്കുന്നവനെ ദേവിക കണ്ണു ചുരുക്കിയെന്ന് നോക്കി. വിച്ചു, പോയി കുളിക്കാൻ നോക്ക്. അല്പം ശാസനയോടെയാണ് ദേവിക പറയുന്നത്. നേരത്തൊരു ചിരിയോടെ നിൽക്കുന്ന ഏകയെ നോക്കി ദേവിക കാണാതെ ഒന്ന് സൈറ്റ് അടിച്ചു അവൻ. ശേഷം വാർഡ്രോബ് തുറന്ന് ധരിക്കാനുള്ള ഡ്രസ്സും എടുത്ത് അവൻ വാഷ്റൂമിലേക്ക് പോയതും ദേവിക ഏകയെ കട്ടിൽ പിടിച്ചിരുത്തി. ഒപ്പം അവരും ഇരുന്നു. ദേവിക അമ്മായി തന്നോട് എന്തോ പറയാനുള്ള പുറപ്പാടിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ഫ്രഷായി ഇറങ്ങുമ്പോഴും വൈരിൻ കാണുന്നത് കട്ടിലിരുന്ന് കാര്യമായി എന്തോ സംസാരിക്കുന്ന ദേവികയും ഏകയും തന്നെയാണ്. വാഷ്റൂമിൽ കയറി പോകുമ്പോഴും ഈ കാഴ്ച തന്നെയാണ് കണ്ടത്. ഇതിനു മാത്രം ഇത്രയും നേരം എടുത്തു പറഞ്ഞു തീർക്കാൻ രാവിലെ 2 കൂടി കാശികോ മറ്റോ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വന്നവൻ പെട്ടെന്ന് കട്ടിലേക്ക് ചാടി വീഴുകയാണ് ആദ്യം ചെയ്തത്. വൈരിന്റെ അമർത്തിയുള്ള വിളിയിൽ ഞെട്ടിപ്പോയിരുന്ന ഏകയും ദേവികയും.
എന്താ എന്താ മോനെ, വേദനിക്കുന്നുണ്ടോ? വയറിന്റെ ഭാഗം അമർത്തി പിടിച്ചുകൊണ്ട് കാൽമുട്ടിൽ ഉയർന്നിരിക്കുന്നവന്റെ അടുത്തേക്ക് ദേവിക എഴുന്നേറ്റ് ചെന്നുവെങ്കിൽ ഏക മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ട് കട്ടിൽ വഴി തന്നെ എത്തിയിരുന്നു. വൈരിൻ എന്താ വേദനിച്ചോ? ഇരുവശങ്ങളിൽ നിന്ന് ഇരുവരും വെപ്രാളപ്പെട്ടവനെ പിടിച്ചുകൊണ്ട് ആദ്യോടെ തന്നെ ചോദിക്കുകയാണ്. ഒന്നും ഓർക്കാതെ ബെഡിലേക്ക് അമിഴ്ന്ന് ചാടിയവനെ ശാസിക്കുന്നുകൊണ്ട് ദേവിക. ഏകയുടെ കണ്ണുകൾ നിറഞ്ഞു കാണെ വൈരിനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഏയ് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല, അകത്തുനിന്നൊരു കൊളുത്തി വലി, അത്രയേ ഉള്ളൂ, അത് പോയി. ഹെഡ്രസ്സിലേക്ക് തലയാഴ്ചകൊണ്ടൊരു ചിരിയോടെ പറയുമ്പോഴും വയറിൽ അമർത്തി പിടിച്ചിരുന്നവൻ. ഓർത്തില്ല പോലും, അല്ലെങ്കിൽ നിനക്കൊരു ശ്രദ്ധയെ ലഭിച്ചു. ദൈവമേ, മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. ആ മോള് പെട്ടെന്ന് ഈ സാരിയൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ഇറങ്ങി. സമയം 11 വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. പിന്നെ രണ്ടാളും രാവിലെ തന്നെ എഴുന്നേൽക്കുകയും വേണം, അമ്പലത്തിൽ പോകാനുള്ളതാ. എന്തായാലും കുറച്ച് ദിവസമൊക്കെ വേണ്ടി വരും ഈ അലച്ചിലൊക്കെ ഒന്ന് മാറാൻ. പോയിട്ട് വേഗം വാ മോളെ. ദേവിക അനുസരിച്ച് ഒരു മടിയോടെ വൈരിനെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടാണ് ഏക വാഷ്റൂമിലേക്ക് പോയത്. 1-2 വട്ടം വൈരിനെ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴും അവൻ ചാരിയിരുന്ന മുഖം ചരിച്ച് അവളെയും നോക്കുന്നുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കാൻ അധികം ആരും തന്നെ ഡൈനിങ് ടേബിൾ ഇല്ലായിരുന്നു. ഒരുവിധം എല്ലാവരും വൈരിനെ ഏക എത്തും മുന്നേ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചവരാണ്. അതിഥികൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ മാൻഷനിൽ ഈ സമയം കൂട്ടം കൂടിയിരുന്ന് സംസാരവും കുട്ടികളുടെ കരച്ചിലും കളിച്ചിരിയൊക്കെ തന്നെയാണ്. പോരാഞ്ഞ് റൂഫ് ടോപ്പിലും ബാൽക്കണികളിലുമൊക്കെ ചെറിയ സെറ്റപ്പുള്ള ലിക്വർ പാർട്ടികളൊക്കെ ഉണ്ട്. വിശപ്പ് തവിഞ്ഞു പോയ പോലെ ഭക്ഷണം ഇറങ്ങാത്തൊരവസ്ഥയായിരുന്നു ഏകക്ക്. കുറച്ച് ഫ്രൈഡ് റൈസ് മാത്രം അല്പം അവൾ കഴിച്ച ശേഷം എഴുന്നേറ്റു. വാമികളോട് യാത്ര പറഞ്ഞ് വേഗം തന്നെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. അവൾക്ക് ചെറുതായിട്ട് ഉറക്കത്തിൻ്റെ അസ്കിതയുണ്ട്. ആരൊക്കെയോ വന്ന് ഏകയെ പിടിച്ചുകൊണ്ടുപോയി സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞ ശേഷം ഏകയ്ക്ക് വേണ്ടി കാത്തിരുന്ന വൈരിനെ ബന്ധുക്കളിൽ ചില പെമ്പിള്ളേർ വളഞ്ഞു. സെൽഫി എടുപ്പ് റീൽസ് ചിത്രീകരണമൊക്കെയായി അവന് ഭ്രാന്ത് പിടിച്ചവും എല്ലാവരെയും ഒന്ന് വിരട്ടി അവൻ വീണ്ടും ഏകക്കടുത്തേക്ക് തന്നെ വന്നു നിന്നു. ബ്ലാക്ക് നിറത്തിലുള്ള ഒരു വെൽവെറ്റ് നൈറ്റ് സ്യൂട്ടായിരുന്നു ഏക ധരിച്ചിരുന്നത്. കുളി കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ അഴിച്ചിട്ട മുടിയിൽ അപ്പോഴും ഈർപ്പം തങ്ങി നിന്നിരുന്നു. ഏയ് മതിയാക്കി വരാൻ നോക്കിയേക്ക, കുറെ നേരമായല്ലോ. അത്രയും നേരം നോക്കിയിരുന്നവൻ ആളടുത്തേക്ക് വിളിച്ച് ഇടുപ്പിൽ കൈകുത്തിയെന്ന് പറയുമ്പോൾ ശബ്ദം ഉയർന്നു തന്നെ നിന്നുകൊണ്ടും അവന്റെ ഗൗരവഭാവം കണ്ടുകൊണ്ടും എല്ലാവരും ഏകയെ നോക്കി ചിരിക്കുന്നുണ്ട്. വൈരിൻ പോയി കിടന്നോ? ഇനി ഞാൻ അമ്മായിക്കൊപ്പാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ആ ഉള്ളിൽ നിന്നുള്ള കൊളുത്തി വലി കുറയട്ടെ, എന്നിട്ട് ഞാൻ റൂമിലേക്ക് വരാം. കൂടുതൽ കേൾക്കാൻ താല്പര്യപ്പെടാത്ത പോലെ ചവിട്ടി അമർത്തിക്കൊണ്ട് തന്നെയാണ് വൈന് സ്റ്റെയർ കയറി മുകളിലേക്ക് പോയത്. പിന്നെയും ഏറെ നേരെയൊക്കെ പലരോടും സംസാരിച്ചും വിശേഷം പറഞ്ഞു നിന്ന ശേഷമാണ് ദേവികയും ജാനകിയും ഏകയുടെ അടുത്തേക്ക് വന്നത്. അയ്യോ, മോളി ഇതുവരെ ഉറങ്ങാൻ പോയില്ലേ? മതി മതി സംസാരിച്ചൊക്കെ. പരിചയപ്പെടാനൊക്കെ ഇനിയും സമയമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നേരത്തെ ഉണരാനുള്ളതാ. പോയി കിടന്നു. ദേവികയെ സംശയഭാവത്തിൽ നോക്കുമ്പോൾ തന്റെ മുറി ഏതാണെന്ന ചിന്തയിലായിരുന്നു അവൾ. എന്താ മോളെ, എന്താ ആലോചിച്ചിരിക്കുന്നേ? ചുറ്റും കണ്ണുകൾ പരി നിൽക്കുന്ന അവളെ തോളിൽ പിടിച്ചുകൊണ്ട് ആകുലതയോട് ചോദിച്ചു ദേവിക. അത് അമ്മായി, എൻ്റെ മുറി അതെവിടെയാ? ഒരുപോലെ ദേവികയും ജാനകിയും മാറി മാറി നോക്കിയാണ് അവൾ ചോദിക്കുന്നത്. ഇരുവരും പരസ്പരം നോക്കി ചിരിക്കുന്നതിനൊപ്പം ദേവിക അവളുടെ തോളിലൂടെ കൈ ചേർത്ത് സ്റ്റെയറിന്റെ അടുക്കിലേക്ക് നടക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ അങ്ങനെയാണോ കുട്ടി മനസ്സിലാക്കി? ഇതെന്താ സീരിയലോ സിനിമയോ വല്ല ആണോ? വിവാഹം കഴിഞ്ഞുടനെ കണ്ടീഷൻസ് വെച്ച് രണ്ടുപേരെ 2 മുറികളിലാക്കാൻ? അവന് വയ്യാത്തോണ്ട് സൂക്ഷിക്കണമെന്നേ അമ്മായി ഉദ്ദേശിച്ചിട്ടുള്ളൂ. വിച്ചൂട്ടിന് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട മോള് തന്നെയാ. മറ്റാരെക്കൊണ്ട് അതിന് കഴിയേയില്ല. അപ്പൊ കയറിപ്പോയിക്കോ, അവനവിടെ കാത്തിരിപ്പാവും. ബൾബ് കത്തിയ പോലെ ഏകയുടെ മുഖം തെളിഞ്ഞാണ് ദേവികയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും കണ്ടു നിൽക്കാൻ നേരമില്ലാതെ അവൾ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി തങ്ങളുടെ റൂം ലക്ഷ്യമാക്കി നടക്കവേ മുന്നിൽ കൈയും പിണച്ചേട്ടി വന്ന് നിൽക്കുന്ന അഞ്ജലിക്ക് മുമ്പിലൊന്ന് സ്റ്റെക്കായി. ഇരുവരുടെയും നോട്ടം കൂർത്തിരുന്നുവെങ്കിലും അഞ്ജലിയെ പാടെ തഴഞ്ഞ മട്ടിയുള്ള ഏകയുടെ പോക്കുകയാണ്. പഴയ അടിയുടെ ചൂടൊക്കെ മറന്നുകൊണ്ട് ആ കയ്യിൽ കടന്നു പിടിച്ചു അഞ്ജലി. എങ്ങോട്ടടി തുള്ളിച്ചാടി പോകുന്നു? വൈരിനിപ്പോഴും മറ്റേതിനുള്ള സമയമായിട്ടില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞ്. എന്നിട്ടും നിന്റെ പോക്ക് കണ്ടാ തോന്നല്ലോ, പോയിട്ട് നിനക്ക് അവനായിട്ട് ആദ്യ രാത്രി ആഘോഷിക്കാനുണ്ടെന്ന്. സ്വന്തം കയ്യിൽ അഞ്ജലി പിടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഏകം നോക്കിയ നിമിഷം തന്നെ അഞ്ജലി വേഗത്തിൽ ആ കൈ പിൻവലിച്ചിരുന്നു. പണ്ട് നടുവിരൽ പിടിച്ചൊടിച്ച പോലെ ആവില്ല മുഴുവനായി ഒരു കൈ ഒടിഞ്ഞു തൂങ്ങിയാൽ. പോരാത്തതിന് നല്ലൊരു തമിഴ് മൂവിലേക്ക് ഓഡീഷനെ വിളിച്ചിട്ടുമുണ്ട്. തന്റെ കയ്യിൽ നിന്നും പിൻവാങ്ങിയ അഞ്ജലിയുടെ കയ്യിലേക്ക് നോക്കിയൊന്ന് ചിരിച്ചു ഏക. സിനിമാ നടി പെട്ടെന്ന് നന്നായി പോയെന്ന് കരുതിയ ഞാനാരാ പൊട്ടനാ? നിനക്ക് ഇപ്പോഴൊരു മാറ്റമില്ലല്ലോ അഞ്ജലി. അതൊക്കെ നിന്റെ കാര്യം, എനിക്കെന്താ അല്ലേ? പിന്നെ നീ എന്താ പറയുന്നുണ്ടായിരുന്നല്ലോ, ആദ്യ രാത്രി. അതെ അഞ്ജലി മോളെ, നായിക നായകന്റെ മുമ്പിൽ നാണിച്ച് കുനിഞ്ഞിരിക്കുന്ന കഥ കഴിഞ്ഞു. ഇത് സ്റ്റോറി വേറെയാ. വൈരി രുദ്രദൈവർമ്മയുടെ ഏക വിശ്വനാഥന്റെ ഈ കഥ. അവിടെ ഏകക്ക് വേണ്ടി ഏക സ്വയം എടുക്കും. അതിന് ചിലപ്പോൾ വൈര്യം ദേഹം ഇളക്കേണ്ടി വരില്ല, ഞാൻ ഇളക്കിക്കും കേട്ടോ.
അത്രേ പറഞ്ഞുള്ളവൾ കൂടുതൽ ഡയലോഗ് അടിച്ചിരുന്നാൽ വൈരിൻ ഉറങ്ങിപ്പോയെന്ന് കരുതി നടന്നു പോകുന്ന ഏകയെ തളർത്താൻ രാധിക ആശുപത്രിയിൽ കിടന്ന് പറഞ്ഞ 5 പുരുഷന്മാരുടെ കഥ വിളിച്ചു പോകാൻ തോന്നി അഞ്ജലിക്ക്. പക്ഷേ രാധികയാണ് അതിനെല്ലാം പിന്നിലെന്ന് മനസ്സിലാക്കിയിട്ടും ഏക പ്രതികരിക്കാത്തതിന് പിന്നിൽ എന്താവും കാരണമെന്നോർത്തുള്ള ആധി ഇരുവരിൽ ഒരുപോലെ ഉണ്ടായിരുന്നു. ഡോറ് തുറന്നു കയറിയതേ സൂപ്പർ സ്റ്റാർ വാതിലകത്തുനിന്ന് കുറ്റിയിട്ടില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ്. പക്ഷെ ബെഡിലേക്ക് നോക്കിയതും ചെറിയൊരു നിരാശ ഏകയിൽ വന്ന് മൂടി. AC കൂളിംഗ് ഇട്ട് ദേഹം പുതക്കാതെ മലർന്നു കിടന്നുറങ്ങുന്നവന്റെ മുഖത്ത് ഉണർന്നിരിക്കുമ്പോൾ പോലും ഇല്ലാത്തത്ര ഗൗരവമാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. വാഷ്റൂമിൽ പോയി ചെറുതായി ഒന്ന് ഫ്രഷായി ഇറങ്ങിയ ശേഷം അവന്റെ അടുത്തായി തന്നെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് കാൽ ചുവട്ടിൽ മടക്കി വെച്ചിരുന്ന കംഫേർട്ട് നിവർത്തി ഇരുവരെയും ഒരുപോലെ പുതച്ചവൾ. അഞ്ജലിയോട് വലിയ ഡയലോഗ് അടിച്ചെങ്കിലും അത്തരത്തിലൊരു സാഹസം വൈരിന് ആവശ്യപ്പെട്ടാൽ പോലും താൻ മുതിരില്ലെന്ന് അവൾക്കറിയാം. അതിനൊക്കെ എത്രയോ സമയം ഇനി ഒരുപാടുണ്ട്. പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും പരസ്പരം പങ്കുവെച്ചുമൊക്കെ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഒളി ക്യാമറകളില്ലാത്ത ജീവിതത്തിൽ ചിലപ്പോൾ താനൊരു അക്രമിയായി മാറിയേക്കാം എന്നോർത്ത് അവളൊന്ന് ചിരിച്ചുപോയി. വൈരിന്റെ കൈ പിടിച്ച് നിവർത്തി അതിലേക്ക് കയറി കിടന്നുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. മുഖത്ത് തണുത്ത് എന്തോ ഒലിച്ചിറങ്ങുന്ന അറിയാണ് വൈരിൻ കണ്ണുകൾ തുറക്കുന്നത്. കണ്ണു ചുരുക്കിയൊന്ന് നോക്കിയതായി കാണുന്നത് ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒരുങ്ങി ചമഞ്ഞ് ചിരിയോടെ നിൽക്കുന്ന ഏകയാണ്. ഗുഡ് മോർണിംഗ് ഹാപ്പി, അമൃത്തി പോണ്ടേ? ഞാൻ റെഡിയായി കേട്ടോ. പെണ്ണിന്റെ സന്തോഷം മുഴുവൻ പുറത്തു കാണുന്ന അവളുടെ പല്ലുകളിൽ പോലും പ്രകടമാണ്. അത്രയ്ക്ക് ഭംഗിയിൽ പല്ലുകാട്ടിച്ചിരിക്കുന്നവളെ കാണാത്ത ഭാഗത്തിൽ മൈൻഡ് ചെയ്യാതെ മെല്ലെ അവൻ എഴുന്നേറ്റ് ബെഡിലിരുന്നു. ഏക മുഖം കൂട്ടി അവനെ നോക്കിയിരുന്നു. അവനും അധികം വൈകിക്കാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴെല്ലാം അലസമായി അവിടെ ഇവിടെ നോക്കുന്നതെന്ന വ്യാജേന അവന്റെ കണ്ണുകൾ അവളിൽ മാത്രം അലഞ്ഞു നടക്കുകയായിരുന്നു. എന്തിനാ ഈ മുറിയിലൊന്ന്? രാത്രി കിടന്ന മുറി തന്നെ ഇനി അങ്ങോട്ട് സ്ഥിരതാമസായിക്കോ? ഗൗരവത്തോടെ പറഞ്ഞോട് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ വൈരിൻ കണ്ടിരുന്നു. സീമന്തരേഖയിലെ സിന്ദൂര ചുവപ്പും കഴുത്തിൽ താൻ ചാർത്തിയ ആ വലിയ താലിമാലയും ഒക്കെ എത്ര പിടിച്ചിർത്താൻ ശ്രമിച്ചിട്ടും കഴിയാത്ത പോലെ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടത് അതിലും വേഗത്തിൽ മായാൻ രാത്രി അവൾ കൂടെ കിടന്നില്ലെന്ന ഒറ്റ കാരണം മാത്രം മതിയായിരുന്നു. ഏക ജാനകിയോട് സംസാരിച്ചിരിക്കവെയാണ് വൈരി റെഡിയായി താഴേക്ക് വന്ന്. ആൾ ധരിച്ചിരുന്ന പിങ്ക് കസവുള്ള സെറ്റ് സാരിക്ക് മാച്ചായി പിങ്ക് നിറത്തിലെ തന്നെ ഒരു ഷർട്ടും പിങ്ക് കസവുമുണ്ടുമായിരുന്നു അവന്റെ വേഷം. അപ്പോൾ പോലും അവന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് പെൺപടകളൊന്നാകെ അമ്പലത്തിൽ പോവാൻ ഒരുങ്ങിയിറങ്ങിയത് കാണെ കൂടുതൽ കൂർത്തു വന്നതേയുള്ള അവന്റെ മുഖം. ദേഷ്യത്തിൽ തന്നെ സ്വന്തം കാറിന്റെ കോ ഡ്രൈവർ സീറ്റിൽ തന്നെ അവൻ കയറിയിരുന്നതേ അവന്റെ അടുത്ത് പുറകിലിരിക്കാമെന്ന ആവേശത്തിൽ ഓടി വന്ന ഏകയുടെ മുഖം മങ്ങി. നാത്തുവിന് ചേട്ടൻ കലിപ്പിലാണല്ലോ, കല്യാണം പിറ്റേന്നിനെ അടിച്ചു പിരിഞ്ഞ രണ്ടും. കളിയാക്കി തന്നെയാണ് വാമിക. പക്ഷേ ഏകക്ക് അവളോട് പോലും ദേഷ്യവും സങ്കടമൊക്കെ തോന്നി. എന്നാലും വൈരിന്റെ പേരെഴുതിയ താലിമാറ മാറിൽ പതിഞ്ഞെടുക്കുന്നതാണ് മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു അവളുടെ ചുണ്ടിൽ. ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് കണ്ണുകൾ പൂട്ടി താലിൽ പിടിമുറുക്കിയെന്ന് പുഞ്ചിരിക്കുന്നവളെ സൈഡ് മിറർ വഴി വൈരിൻ നോക്കിയിരുന്നു. എന്റെ ഭാര്യ പദവി പെണ്ണ് നല്ലോണം അങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവളെ തളർത്താൻ നിന്നാൽ ചിലപ്പോ ഞാൻ തളർന്നു കിടന്നു പോകും. ഓർക്കെ വൈരിന് സന്തോഷം തന്നെയായിരുന്നു. ജാനകിയുടെ കുടുംബക്ഷേത്രമായതുകൊണ്ടാണ് ആദ്യം ഇവിടേക്ക് തന്നെ വന്ന്. ചെറിയൊരു ദുർഗാദേവി ക്ഷേത്രമാണ്. അധികം ആളോ തിരക്കോ ഒന്നും തന്നെ ഇല്ല. ക്ഷേത്രത്തിലെത്തിയത് ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ശ്രീകോവിലിന് മുമ്പിൽ തൊഴുകൈകളോടെ നിന്നത്. തന്റെ ഒപ്പം നിൽക്കുന്നവൾ കണ്ണുകൾ പൂട്ടിയെന്തോ ചുണ്ടിനിടയിലിട്ട് പറയുന്നുണ്ട്. മുമ്പെപ്പോഴോ ചെയ്തൊരു മൂവി സീൻ ഓർമ്മ വന്നതേ അടുത്തായി കിടന്ന തടിയിൽ തീർത്ത ചെറിയ മേശയുടെ മുകളിലായി വെള്ളിപ്പാത്രത്തിലിരുന്ന കുങ്കുമം മോതിരവിരലിൽ തൊട്ടെടുത്ത് ഏകയുടെ നെറുകയിലെ സിന്ദൂര ചുമപ്പിനൊപ്പം ചേർത്തു വെച്ചു അവൻ. ശേഷം ഒന്നും അറിയാത്ത ഭാഗത്തിൽ അവിടെ നിന്ന് തിരിഞ്ഞടന്നു. അല്പം പോയ ശേഷം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ തൊഴുകയോടെ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ഏകയാണ് അവൻ കണ്ടത്. പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ ഏറെ നേരം നീണ്ടുപോയതും ഇനിയും നിൽക്കാൻ വയ്യുന്ന പോലെ വൈരും കാറിൽ തന്നെ കയറിയിരുന്നു. ഏകയും വാമികയും ക്ഷേത്രത്തിന് പുറത്തുള്ള മണൽത്തരികളിലൂടെ കൈകോർത്ത് നടന്നു. മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അവർ തമ്മിൽ അടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുകയൊക്കെ ചെയ്തപ്പോൾ തണൽ നോക്കി മാറിയുന്ന രേവതിക്ക് അതൊന്നും അത്ര സഹിക്കുന്നുണ്ടായിരുന്നില്ല. ആരുമെല്ല പവിത്രയുടെയും പ്രീതയുടെ അടുക്കിലേക്ക് നടന്നു നീങ്ങി പരസ്പരം മറ്റെന്തോ പറഞ്ഞു നിൽക്കുന്ന സഹോദരിമാർക്കിടയിലേക്ക് കയറി ചെന്ന് പതിയെ അവരുമായി കൂട്ടുകൂടി ഏകയെ നല്ലപോലെ കഷ്ടപ്പെടുത്താനൊക്കെ തോന്നിയവർക്ക്. അല്ല, രാധിക മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? വല്ലതും അറിഞ്ഞായിരുന്നു നിങ്ങൾ? പത്മ വിളിക്കാൻ മറ്റോ ഉണ്ടായോ? ഞാൻ വിളിച്ചാലോട്ട് അവൾ ഫോൺ എടുക്കില്ല. മെല്ലെ ഒരു തുടക്കം എന്ന പോലെ പറഞ്ഞു നോക്കി രേവതി. നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യും. കൈക്ക് പൊട്ടലുണ്ട്, പിന്നെ തലയിലെ മുറിവ് അത്ര വലുതല്ലാത്രേ. മാരേജ് പാർട്ടിക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. രേവതി അത്ര പോരായെങ്കിലും ചോദിച്ചതിന് മറുപടി നൽകിയ പവിത്ര വീണ്ടും പ്രീതിയിലേക്ക് തന്നെ തിരിഞ്ഞു. നിങ്ങളും ഞാനൊക്കെ മാൻഷനിലേക്ക് താമസാക്കിയിട്ടേ 10-12 കൊല്ലായില്ലേ. രാധിക മോളാണെങ്കിൽ പോലും പൂ പോലെയാ. ആ കൊച്ചു സ്റ്റെപ്പിയും താഴേക്ക് വീണെന്ന് പറഞ്ഞാൽ
എനിക്കെന്തോ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. രേവതിക്ക് അഞ്ജലി പറഞ്ഞ കാര്യം അറിയാം, പക്ഷെ അതവിടെ ഡയറക്റ്റ് പറയാനും വയ്യാത്ത അവസ്ഥയാണ്. ഏകയ്ക്ക് രാധികയോട് എന്താണ് പക എന്ന ചോദ്യത്തിന് ചിലപ്പോൾ പഴയതെല്ലാം തുറന്നു പറയേണ്ടി വന്നാലോ? രാധികയെ മാത്രമല്ല, തന്റെ മകളെ ഉൾപ്പെടെ ബാധിക്കുന്ന കാര്യമാണത്. തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഇത്തരം കുബുദ്ധിമായി ഇനി ആരും മാൻഷനിൽ വേണ്ടാന്ന് രുദ്രദേവർമ്മ തീരുമാനമെടുത്താലോ എന്ന് ഭയന്നുപോയി രേവതി. രാധിക വീഴുമ്പോൾ പ്രിയയും അഞ്ജലിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഏക പറഞ്ഞൊക്കെ അവളും കേട്ടു തന്നെയാണ്. ഒരുപക്ഷെ പ്രിയ പ്രീതിയോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന സംശയത്താൽ അവരെ നോക്കുമ്പോൾ ചെറിയൊരു പരിഭ്രമം അവരിലും പ്രകടമായി കണ്ടു രേവതി. എന്നാൽ പവിത്രയാട്ടെ കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം രേവതിയെ പാടെ അവഗണിച്ചുകൊണ്ട് വിഷയം മാറ്റി തുടങ്ങി. ഏകയുള്ള പകയൊക്കെ ഇരുവർക്കും ഇപ്പോൾ അധികമില്ലെന്ന് വേണം പറയാൻ. രാജലക്ഷ്മിയും സഹോദരിമാർക്ക് അങ്ങനെ തള്ളിക്കളയാൻ ഒക്കില്ലല്ലോ. വൈരി ഏകയ്ക്ക് സ്വന്തമെന്ന് പ്രീതയും പവിത്രയും ഒക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞു. എന്നാൽ പത്മയും രാജഗോപാലും ഏകയോട് ഇനി ഒരിക്കലും ക്ഷമിക്കില്ലെന്നുള്ളത് പകലുപോലെ സത്യമാണ്. മധു രാജഗോപാൽ ഇനി കൂട്ടുനിൽക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. ഒപ്പം പകയടങ്ങാതെ രാധികയും. അതിഥികളൊക്കെ വൈകുന്നേരത്തോടെ പിരിഞ്ഞുപോയത് മറ്റന്നാൾ നടക്കാനിരിക്കുന്ന വെഡിങ് റിസപ്ഷന് വരാമെന്ന പേരും പറഞ്ഞാണ്. വിവാഹം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നത്. തിരക്കും യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് ഏക മുറിയിലേക്ക് എത്തിയത് വൈരി നല്ല ഉറക്കം പിടിച്ചിരുന്നു. മറന്നീടുന്ന് ഉറങ്ങുന്നവനെ അത്രയും ഇഷ്ടത്തോടെ നോക്കിയെന്ന ശേഷം വാൾഡ്രോബിൽ നിന്ന് ഒരു നൈറ്റ് വെയർ പൈജാമയും കയ്യിലെടുത്ത് ആൾ വാഷ്റൂമിലേക്ക് പോയിന്ന് ഫ്രഷായി ഇറങ്ങി. അവനൊപ്പം വന്നു കിടക്കുമ്പോൾ അവന്റെ വശം ചെരിഞ്ഞ് ഏറെ നേരം കണ്ണുമിഴിച്ച് ആ ഇരുട്ടിലങ്ങനെ കിടന്നു അവൾ. നാളെ കഴിഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും റിസപ്ഷന്റെ തിരക്കുകളാണ്. ഇതൊക്കെ കഴിഞ്ഞ് എന്നാണ് താനും വൈരിനൊന്ന് ഫ്രീ ആവുക? പിന്നെ 1 മാസം കൂടി കഴിയണം വൈരിന്റെ മാത്രമാവാനും അവന്റെ നെഞ്ചിൻ ചൂടിൽ ഉറങ്ങാനുമെല്ലാം. ഏതോ ഓർമ്മയിൽ അരണ്ട വെളിച്ചത്തിൽ കാണുന്ന അവന്റെ മുഖത്തേക്ക് അവൾ നോക്കി. ഉറങ്ങുമ്പോൾ പോലും ഗൗരവം നിറഞ്ഞ ആ മുഖത്തേക്ക് നോക്കി അവൾ സ്വയം കവിൾ വീർപ്പിച്ചുകൊണ്ട് ചിരിച്ചു. ഒരൊത്തുചേരലിൽ തന്നെ പോലെ തന്നെ ഒരുപാട് കൊതിക്കുന്നുണ്ടാവും വൈരിനും. സ്ത്രീകൾക്ക് പണ്ടേ മനസ്സിലടക്കി പിടിച്ചെല്ലാം ഉള്ളിലൊതുക്കി വെക്കാൻ വലിയ കഴിവാണല്ലോ. അതിപ്പോൾ ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ പുരുഷന്മാർക്ക് അവരുടെ പ്രതിഷേധം പറയാനും പ്രവർത്തിക്കാനും ഒക്കെ അറിയാം. എന്നാലും ഇന്നത്തെ പോലെ അവൻ ഉണരും മുമ്പേ രാവിലെ തന്നെ എഴുന്നേറ്റ് റൂം വിടണമെന്ന് ഉറപ്പിച്ചവൾ. ബോധമില്ലാതെ കിടന്നുറങ്ങി വെറുതെ എന്തിനാ അവന്റെ കൺട്രോൾ കളയുന്നതെന്ന് ഓർത്ത് അവൾ. ഇന്നലെ ഒരുപാട് ലേറ്റായി ഉറങ്ങാൻ, പോരാത്തതിന് നേരത്തെ ഉണരുകയും ചെയ്തു. കൺബോളുകൾ ഉറക്കം തഴുകിയതും തിരിഞ്ഞു കിടന്ന അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എപ്പോഴാണെന്നറിയില്ല, കാണുന്ന സ്വപ്നങ്ങളെയും ഉറക്കത്തെയും ഒക്കെ ഭംഗം വരുത്തിക്കൊണ്ട് എന്തോന്ന് ശരീരത്തെ അസ്വസ്ഥമാകുന്നറിയെ ആൾ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. 1-2 നിമിഷങ്ങൾ വേണ്ടി ഒന്ന് അവൾക്ക് സ്വഭാവത്തിലെത്താൻ. പിന്നിലൂടെ അവളെ പുണർന്നു കിടക്കുന്ന വൈരിന്റെ കൈകൾ തന്റെ വയറിൽ അരിച്ചരിച്ച് നടക്കുകയാണെന്ന് മനസ്സിലാക്കി മുഖം പുറകിലേക്ക് ചെരിച്ചൊന്ന് നോക്കിയവൾ. ഉണർന്നോ? കാതിൽ മുഖമടുപ്പിച്ചുകൊണ്ട് രഹസ്യം പോലെ അവൻ ചോദിക്കുമ്പോൾ പൊതിച്ചിരിക്കുന്ന കംഫേർട്ടിനുള്ളിലാണ് തങ്ങളെന്നും തന്റെ പൈജാമ ഷർട്ടിന്റെ ഉള്ളിലൂടെ അവന്റെ കൈകൾ അണിവയറിൽ ചിത്രം രചിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. സമയം എത്രയാണെന്ന് പോലും അവൾക്ക് അറിയില്ല. എന്തായാലും പുലർന്നിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇയാളുടെ പിണക്കം തീർന്നോ? ഓർക്കപ്പുറത്ത് ചോദിച്ചു പോയതാണ് അവൾ. വയറൊന്ന് കൂട്ടിയൊരു പിടിയവും പിടിച്ചത്. വിളിച്ചുകൊണ്ട് അവൾ ബെഡിൽ കിടന്ന് പൊളഞ്ഞു. ഇനി അങ്ങനെ വിളിക്കോ? വിളിക്കോന്ന്? ഇല്ല, സോറി, ഓർക്കാതെ വിളിച്ചു പോയതാ. ചെനിങ്ങി പറഞ്ഞവൾ നിർത്തിയതും പിന്നെയും ആ വിരലുകൾ അവിടെ ചിത്രപ്പണി തുടങ്ങിയിരുന്നു. പറ, പിണക്കം മാറി എന്നോട്? പരവേശപ്പെട്ട അവൾ ചോദിച്ചതും അവന്റെ അധരങ്ങളും കൂടി കാതിലിഴഞ്ഞു തുടങ്ങിയിരുന്നു. മാറിയില്ലെങ്കിൽ നീ മാറ്റി തരുമോ? നാഭിച്ചുഴിക്ക് ചുറ്റും വൃത്തം വരയ്ക്കുന്നവന്റെ വാക്കുകളും പ്രവൃത്തിയുമൊക്കെ ഒന്നാകെ ഏകയെ ചൂട് പിടിപ്പിച്ച് തുടങ്ങിയത് തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അവൾ തളർന്നു തുടങ്ങിയിരുന്നു. സമയത്രയായി? ശ്വാസമൊന്ന് എടുത്തുകൊണ്ട് അവൾ മെല്ലെ ചോദിക്കുമ്പോൾ പോലും കാറ്റു മാത്രമാണ് പുറത്തേക്ക് വന്നത്. വലങ്കൈ അവളിൽ നിന്നും പതിയെ ഇഴച്ചെടുത്ത് ബെഡിന് മുകളിലുള്ള ഒരു സ്വിച്ച് ഓൺ ചെയ്തു വൈരി. മുറിയിൽ നേർത്തൊരു വാം ലൈറ്റ് തെളിഞ്ഞ നിമിഷം അവൻ വീണ്ടും അവളിലേക്ക് തന്നെ കൂടുതൽ ചേർന്നുകൊണ്ട് കൈ അവിടേക്ക് തന്നെ കയറ്റി വെച്ച ശേഷം ചെവിയിലേക്ക് മുഖം മുട്ടിച്ചു. നല്ല ബെസ്റ്റ് സമയേക, വെളുപ്പിന് 3 മണി. അവനും അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് ആളുടെ കവിളിൽ അമർത്തിയൊന്ന് കടിച്ചു. ഒരു ശബ്ദം പോലും തന്നിൽ നിന്ന് പുറത്തേക്ക് വരരുത് നിർബന്ധമുള്ള പോലെ ആൾ ചുണ്ടുകൂട്ടി വെച്ചുകൊണ്ട് വേദന സഹിച്ചങ്ങനെ കിടന്നു. ഏകയുടെ തുടുത്ത കവിളിൽ ചുണ്ടിഴച്ചുകൊണ്ട് അവന്റെ മുഖം കഴുത്തിലേക്ക് ലക്ഷ്യമാക്കി താഴേക്ക് ചലിക്കുന്നതിനനുസരിച്ച് അവന്റെ കൈയും രാവുടുപ്പിനുള്ളിലൂടെ മുകളിലേക്ക് ചലിച്ചു. ആളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു പോകുന്നതിനൊപ്പം ബെഡ്ഷീറ്റിൽ വെച്ചിരുന്ന കൈയും അവിടെ മുറുക്കി. ഇന്നറിന് മുകളിലൂടെ മെല്ലെ താലോലിക്കുകയാണ് അവൻ, അത്രയും പതിയെ. അടുത്ത നിമിഷം അവിടെ നെഞ്ചിരിപ്പ് പോലും തൊട്ടറിയും വിധം അവനൊന്ന് അമർത്തി പിടിച്ചതേ.
ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പോലെ അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു. ഏകെ തൻ്റെ ഇടത് കൈയിലേക്ക് അയറ്റി കിടത്തുമ്പോഴും വലം കൈയാൽ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു വൈരിൻ. അവൻ പകർന്നു കൊടുക്കുന്ന പ്രണയം തരുന്ന ആലസ്യ മാധുര്യം, അവളുടെ മുഖത്ത് വിരിയുന്ന മാറ്റങ്ങൾ അവൻ നോക്കി ആസ്വദിക്കുകയാണ്. തന്നെ മാത്രം നോക്കി കിടക്കുന്നവനെ അവളും കണ്ണുകൾ മാത്രം ഉയർത്തിയൊന്ന് നോക്കി. തൻ്റെ കണ്ണുകളെപ്പോലും പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാന്തിക ശക്തിയാണ് അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും എന്ന് അവൾക്ക് മനസ്സിലായി. ആ നേരം തന്നെ അവൾ അനുഭവിച്ചറിഞ്ഞു അവൻ്റെ ആ വലങ്കയുടെ ചൂട് മുഴുവനായും ഇടത്തെ മാറിൽ മുറുകുന്നത്. ഏകയിൽ നിന്നൊരേങ്ങൽ പുറത്തേക്ക് വന്നത് ഇനിയും പാടില്ലെന്ന പോലെ അവൾ സ്വന്തം കീഴ്ച്ചുണ്ട് പല്ലുകൾക്കിടയിൽ കോർത്തു പിടിച്ചു. കാണാൻ പാടില്ലാത്ത എന്തോ കണ്ട പോലെ ഇത്തവണ നേർത്തൊരു സ്വീകാരത്തോടെ അവൻ അവളുടെ അധരങ്ങൾ കടിച്ചെടുത്ത് വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു തുടങ്ങി. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.